രാജ്യതലസ്ഥാനത്ത് ഏവരും ഉറ്റുനോക്കുന്ന വോട്ടെടുപ്പ് ആരംഭിച്ചു. വോട്ടെടുപ്പിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതോടെ കൃത്യം 7 മണിയോടെ തന്നെ വോട്ടിംഗ് തുടങ്ങി. രാവിലെ 6 മണിക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. വൈകിട്ട് 6 മണി വരെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാകും. ആകെ 70 സീറ്റുകളിലേക്കാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 699 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. കടുത്ത പോരാട്ടമാണ് ഇക്കുറി ഡൽഹിയിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ AAPക്ക് പക്ഷേ ഇത്തവണ വെല്ലുവിളികൾ ഏറെയാണ്. പ്രധാനമായി AAPക്ക് ഭീഷണിയാവുന്നത് രാജ്യം ഭരിക്കുന്ന BJP തന്നെയാണ്. ഇതിനൊപ്പം നിയമസഭയിൽ വമ്പൻ തിരിച്ചുവരവ് നടത്താനൊരുങ്ങുന്ന കോൺഗ്രസും AAPയെ സംബന്ധിച്ച് വെല്ലുവിളി തന്നെയാണ്. ആകെ 1.56 കോടി വോട്ടർമാർ രാവിലെ 7 മണിയോടെ വോട്ടിംഗ് രേഖപ്പെടുത്തി. ഭരണം, അഴിമതി ആരോപണങ്ങൾ, വോട്ടർ പട്ടികയിലെ കൃത്രിമം, ക്രമസമാധാനം, സൗജന്യ വാഗ്ദാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളുടെ വെളിച്ചത്തിലാണ് ഇക്കുറി തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. കൂടാതെ ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. AAP അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ തന്റെ ശക്തി കേന്ദ്രമായ ന്യൂഡൽഹിയിൽ തുടർച്ചയായ 4ാം വിജയമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്നത്. 2013 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കെജ്രിവാൾ BJPയുടെ പർവേഷ് സിംഗ് വർമ്മ, കോൺഗ്രസ് പാർട്ടിയുടെ സന്ദീപ് ദീക്ഷിത് എന്നിവരിൽ നിന്നാണ് മത്സരം നേടുന്നത്. 2020 കെജ്രിവാൾ വിജയിച്ചത് 21,687 വോട്ടുകൾക്കാണ്. കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള AAP അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഭരണ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളുമാണ് ഉയർത്തിക്കാട്ടുന്നത്. 25 വർഷത്തിന് ശേഷം ഡൽഹി തിരിച്ചുപിടിക്കാൻ ഉറപ്പിച്ചാണ് BJPയുടെ വരവ് എന്നതാണ് ശ്രദ്ധേയം. AAPയുടെ അഴിമതിയും ദുർഭരണവും ചൂണ്ടിക്കാട്ടി രാജ്യതലസ്ഥാനത്ത് അവർ ആക്രമണാത്മക പ്രചരണമാണ് നടത്തിയത്. ത്രികോണ മത്സരത്തിന്റെ മാറ്റുകൂട്ടിക്കൊണ്ട് കോൺഗ്രസും കരുത്തരെ തന്നെ ഇക്കുറി കളത്തിലിറക്കി. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും നേടാനാകാതെ പോയ കോൺഗ്രസ് തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അത് അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ AAPയും കോൺഗ്രസും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇരു കൂട്ടരും തമ്മിലുള്ള ഭിന്നത പരസ്യമായി. നിലവിൽ അവർ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഇത് BJP പ്രചരണ ആയുധമാക്കി ഉയർത്തിക്കാട്ടി. ഏറെ പ്രത്യേകതകളുള്ള ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. എന്തെന്നാൽ AAP കഴിഞ്ഞ 2 തവണയും ഇവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്നു. എന്നാൽ ഇക്കുറി അവർക്ക് ഏകപക്ഷീയ മുൻതൂക്കം അവകാശപ്പെടാനും കഴിയില്ല. നിലവിൽ ഡൽഹി തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. AAP തങ്ങളുടെ ഐക്കോണിക് ചൂൽ ചിഹ്നത്തിൽ തന്നെയാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. മറുവശത്ത് BJP താമരയും കോൺഗ്രസ് കൈപ്പത്തിയിലും തന്നെ വോട്ടിൽ മത്സരിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 8 MLAമാർ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറിയത് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാണ്. ഏതായാലും കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇക്കുറി രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം AAPയുടെ മേൽക്കൈ ഇടിഞ്ഞുവെന്ന് BJP അവകാശപ്പെടുമ്പോൾ ത്രികോണ മത്സരത്തിന് മാറ്റുകൂട്ടാൻ കോൺഗ്രസ് ശക്തമായ പ്രചരണമാണ് നടത്തിവരുന്നത്.